നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതുപോലൊരു കൊടുംചൂട് അടുത്ത കാലത്തൊന്നും കേരളം അനുഭവിച്ചിട്ടില്ല. വിയർത്തുരുകുകയാണ്. കേരളത്തിൽ സൂര്യതാപമേറ്റ് നിരവധി പേർ മരിച്ചുവെന്നാണ് സംശയം. ചൂട് കാരണം പലരുടെയും കൈകളിൽ കുമിളകൾ പൊങ്ങുന്നു. ശരീരത്തിൽ സൂര്യതാപമേറ്റ് പരിക്കുകൾ. ബൈക്ക് യാത്രക്കാരുടെ കൈകളിലും കാലുകളിലുമൊക്കെ പൊള്ളൽ. സൂര്യൻ അസ്തമിച്ചാലെങ്കിലും ചൂടിന് ശമനമുണ്ടാകുമെന്നാണ് പൊതുവെ കരുതുന്നത്. എന്നാൽ രാത്രിയായാൽ പോലും വിയർത്തൊലിക്കുന്ന അവസ്ഥ. ശ്വാസം മുട്ടിക്കുന്ന മറ്റൊരു പകൽ നമുക്ക് മുന്നിൽ. വേനൽക്കാലത്തെ പകൽ താപനില 40 ഡിഗ്രി കഴിയുന്നത് പതിവായിരിക്കുന്നു. അസ്തമയത്തിനു ശേഷവും അന്തരീക്ഷം തണുക്കാതെ നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തെ പുതിയൊരു ആരോഗ്യ കാലാവസ്ഥ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ചൂട് കാരണം വീടുകളിൽ രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. എന്നാൽ പിന്നെ കിടത്തം കടലമ്മയുടെ മടിയിലായാലോ എന്ന് കരുതി പലരും തീരത്തേക്ക് പോകുന്നു. വീട്ടിൽ കിട്ടാത്ത ഉറക്കം തേടിയാണ് ചിലർ കടൽ തീരങ്ങളിലേക്ക് പോകുന്നത്. തിരൂരിലെ കടൽക്കരയിൽ വേനൽ ചൂടിനോട് തെറ്റി കടലിനോട് സൗഹൃദമിടാനെത്തുന്ന നിരവധി കുടുംബങ്ങളെ കാണാം. സ്ത്രീകളും കുട്ടികളുമൊക്കെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും കടൽ തീരത്തെത്തുന്നു. അവർ മിക്കവരും കയ്യിലൊരു പായും കരുതും. കൂട്ടായിലെ സുൽത്താൻ ബീച്ചിലും കാശ്മീർ ബീച്ചിലും വാക്കാട്ട് ബീച്ചിലും പറവണ്ണയിലെ ബദാം ബീച്ചിലും ഉണ്ണിയാലിലെ ബീച്ചിലുമൊക്കെ ഇപ്പോൾ രാത്രികാല കാഴ്ചകൾ ഇങ്ങനെ. പലരും പായയും തലയിണയുമായി ബീച്ചിലെത്തും. തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും ഇത്തരം ദൃശ്യങ്ങൾ കാണാം. മണലിൽ പായ വിരിച്ച് ഒരൊറ്റ കിടപ്പാണ്. കനത്ത ചൂട് കാരണം വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. രാത്രി 7 മണിയോടെ കടൽ തീരത്തെ ചൂട് പോകും. തുടർച്ചയായി കാറ്റ് വീശുന്നതോടെ തീരം വേഗത്തിൽ തണുക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ കടൽ തീരത്ത് അസമയങ്ങളിൽ സ്ത്രീകളെ കാണാറില്ല. എന്നാൽ വേനലിൽ നിന്ന് രക്ഷ നേടാൻ സ്ത്രീകളും കുട്ടികളുമൊക്കെ അവിടെ എത്തുന്നു. വേനൽക്കാലം പുതിയൊരു ശീലം കൂടി മലയാളിയെ പഠിപ്പിച്ചു. രാത്രിയിൽ കടൽ തീരത്ത് കൂടുതൽ ആളുകൾ എത്തുന്നത് കൊണ്ട് അവിടെ സുരക്ഷ ശക്തമാക്കണമെന്ന് പോലീസിന് ഭരണകൂടം നിർദ്ദേശവും നൽകി. ഇന്നും നാളെയുമായി മധ്യ തെക്കൻ കേരളത്തിൽ വേനൽ മഴ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുമാത്രമാണ് നമുക്കൊരു പ്രതീക്ഷ. കേരളത്തിൽ താപനില റെക്കോർഡുകൾ ഭേദിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. അന്തരീക്ഷത്തിലെ കുറഞ്ഞ വായു സഞ്ചാരം. അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒരു ഉന്നതമർദ്ദ മേഖലകൾ രൂപപ്പെട്ടു. ഇത് കേരളത്തിലേക്കുള്ള വായു സഞ്ചാരത്തെ തടഞ്ഞു നിർത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം കടലിൽ നിന്ന് കരയിലേക്ക് എത്തേണ്ട തണുത്ത കാറ്റിനെ ഈ മർദ്ദമേഖലകൾ തടഞ്ഞു നിർത്തുന്നു. ചൂടുപിടിച്ച വായു മുകളിലേക്ക് ഉയരാൻ കഴിയാതെ ഭൗമ ഉപരിതലത്തിന് തൊട്ടുമുകളിൽ കട്ട പിടിച്ച് കിടക്കുന്നു. ചുരുക്കത്തിൽ പ്രകൃതിദത്ത തണുപ്പിക്കൽ പ്രക്രിയ സംവിധാനം പൂർണ്ണമായി നിലച്ചു. ഒരു വശത്ത് അന്തരീക്ഷ ഈർപ്പം കൂടുതൽ, മറുവശത്ത് വായു സഞ്ചാരമില്ലാത്ത. മനുഷ്യ ശരീരത്തിലെ വിയർപ്പ് ബാഷ്പീകരിച്ചു പോകുന്ന ഇവാപ്പറേറ്റീവ് കൂളിംഗ് പ്രക്രിയ തടസ്സപ്പെട്ടിരിക്കുന്നു. കാറ്റില്ലാത്ത അവസ്ഥയിൽ നഗരങ്ങളിൽ വസിക്കുന്നവരാണ് ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിക്കുന്നത്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിപ്പോകുന്ന ചൂടുവായു പുറത്തു കടക്കാനാവാതെ അവിടെ കെട്ടിനിൽക്കുന്നു. ഇതിനെ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന പ്രതിഭാസമായി കണക്കാക്കപ്പെടുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പുറത്തുവിടുന്ന ചൂട് ഒരിടത്ത് തന്നെ കേന്ദ്രീകരിക്കുന്നു. നഗരങ്ങളിൽ ഉച്ച സമയത്തെ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 2 മുതൽ 4 കിലോമീറ്റർ മാത്രമാണ്. സാധാരണ ഇത് 10 മുതൽ 15 കിലോമീറ്റർ വരെ വേഗതയുള്ളത്. ആവശ്യാനുസരണം വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ ഇനി അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ നീങ്ങുകയും വായു സഞ്ചാരം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യൂ. ഈ മാസം 25 വരെയുള്ള കണക്കുകൾ പറയുന്നത് ലഭിക്കേണ്ട വേനൽ മഴയിൽ 62% കുറവ്. ഈ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഒരു പ്രദേശത്തെ കുറഞ്ഞ താപനില സാധാരണയേക്കാൾ 4.5 മുതൽ 6.4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കുമ്പോഴാണ് അതിനെ വാം നൈറ്റ് എന്ന് വിളിക്കുന്നത്. വർധനവ് 6.4 ഡിഗ്രിക്ക് മുകളിലായാൽ അതിനെ സിവിയർ വാം നൈറ്റ് എന്ന് വിളിക്കും. സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നത് പകൽ ചൂടിനേക്കാൾ വേഗത്തിലാണ് ഇന്ത്യയിലെ രാത്രികാല ചൂട് വർദ്ധിക്കുന്നതെന്ന്. നഗരങ്ങളിൽ രാത്രി ചൂട് വർദ്ധിക്കാനുള്ള മുഖ്യ കാരണം അർബൻ ഹീറ്റ് ഐലൻഡ് പ്രതിഭാസം. നഗരങ്ങളിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ടാർ റോഡുകൾ, ഗ്ലാസ് മറകൾ എന്നിവ പകൽ സമയത്ത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. രാത്രിയിൽ അന്തരീക്ഷം തണുക്കേണ്ട സമയത്ത് ഈ കെട്ടിടങ്ങൾ പകൽ സംഭരിച്ചു വെച്ച ചൂട് സാവധാനം പുറത്തുവിടാൻ തുടങ്ങും. എന്നാൽ രാത്രിയിലെ ഉയർന്ന ചൂടും ഇപ്പോഴത്തെ കാലാവസ്ഥാ പ്രതിഭാസവും ഈ ചൂടിനെ തങ്ങി നിർത്താൻ ഇടവരുത്തുന്നു. കേരളത്തിൽ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന പ്രതിഭാസം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല.
കാരണം കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും നഗരങ്ങളും ഗ്രാമങ്ങളുമൊക്കെ ഒരുവിധം ചേർന്ന് കിടക്കുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങൾ ഭൂമിയിൽ നിന്നുള്ള ചൂടിനെ ബഹിരാകാശത്തേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നു. അന്തരീക്ഷത്തിലെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. മുൻപൊക്കെ വടക്കേന്ത്യൻ നഗരങ്ങളിൽ 30 മുതൽ 40% ആർദ്രത, ഇപ്പോൾ 50% ഉയർന്നു. വായുവിൽ ഈർപ്പം കൂടുമ്പോൾ വിയർപ്പ് പെട്ടെന്നുണങ്ങുന്നില്ല. ശരീരത്തിൻ്റെ സ്വാഭാവിക തണുപ്പിക്കൽ പ്രക്രിയ തടസ്സപ്പെടുന്നു. ഇതോടെ ചൂട് നേരിട്ട് ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നു. പകൽ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ചൂട്, അതിൽ നിന്ന് ശരീരത്തിന് വിശ്രമവും വീണ്ടെടുപ്പും ലഭിക്കേണ്ട സമയം രാത്രികാലമാണ്. എന്നാൽ രാത്രിയിലും ചൂട് തുടരുന്നതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് ഇടവരുത്തും. ചൂട് കൂടുമ്പോൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഹൃദയത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നു. ഇത് ഹൃദയാഘാതം കൂട്ടുന്നു. കേരളത്തിൽ ഹൃദയാഘാത നിരക്ക് ഈ മാസം വളരെ കൂടുതലായിരുന്നു എന്ന് ആരോഗ്യ വകുപ്പ് സൂചിപ്പിക്കുന്നു. രാത്രി ചൂട് ഉറക്കം കെടുത്തുന്നതോടെ ക്ഷീണം, ദേഷ്യം, മാനസിക സമ്മർദ്ദം എന്നിവ ശക്തമാകുന്നു. പല കുടുംബങ്ങളിലും ഇപ്പോൾ വഴക്ക് പതിവാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ ഒക്കെ വലിയ വഴക്കുകൾ. മിക്കവാറും ചൂട് തന്നെയാണ് ഇതിൻ്റെ മുഖ്യ കാരണം. ഓഫീസുകളിലെത്തുമ്പോൾ സ്റ്റാഫുകൾക്കിടയിൽ പ്രശ്നം, മാനേജ്മെൻറ്റുമായി പ്രശ്നം, അങ്ങനെ പ്രശ്നത്തോട് പ്രശ്നം. പ്രായമായവർ, കുട്ടികൾ, ശ്വസന സംബന്ധമായ അസുഖമുള്ളവർ എന്നിവരൊക്കെ ഇതിൻ്റെ പ്രധാന ഇരകളായി മാറുന്നു. കേരളം പോലൊരു സംസ്ഥാനത്തിന് നിലവിൽ ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ വേണ്ടതുണ്ട്. പകൽ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ മാത്രമല്ല, രാത്രികാല ചൂടിനെ നേരിടാൻ നഗരാസൂത്രണത്തിൽ സമൂല മാറ്റം വരുത്തണം. കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന വെള്ള പെയിന്റുകളോ ടൈലുകളോ ഉപയോഗിക്കാൻ നിർബന്ധിതമാക്കണം. നഗരങ്ങൾക്കുള്ളിൽ സ്വാഭാവിക പച്ചപ്പും തണ്ണീർത്തടങ്ങളും നിലനിർത്തണം. കാറ്റ് തടസ്സപ്പെടാത്ത രീതിയിലുള്ള ഡിസൈനാണ് കെട്ടിടങ്ങൾക്ക് അവലംബിക്കേണ്ടത്. 2026 എൽ നിനോ പ്രതിഭാസം വരാനിരിക്കുന്ന മാസങ്ങളിൽ ഇനി രാത്രികളെ കൂടുതൽ കഠിനമാക്കും. നഗരങ്ങളുടെ മേൽക്കൂരകളിൽ പൂന്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് നഗരത്തെ തണുപ്പിക്കാൻ സഹായിക്കും എന്ന് വിദഗ്ധർ പറയുന്നു. ഈ കൊടുംചൂട് എങ്ങനെ താങ്ങുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കേരളം വെന്തുരുകുകയാണ് എന്ന് വ്യക്തം. വേനൽ മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.